അങ്ങനെ പറഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങാനായെങ്കിൽ ഞാൻ ഇതുവരെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കോളേജിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടാണ് പോയിട്ടുണ്ടായിരുന്നു. ബസ്സിലാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവൾ എൻ്റെ കൂടെ പഠിച്ചതല്ല, പാവത്തിനെ കൊണ്ട് ഞാൻ കുറേ നടത്തിപ്പിച്ചു. കാരണം എൻ്റെ സ്കൂളിൽ നിന്ന് അത്യാവശ്യം ഉള്ളിലോട്ട് നല്ല നടക്കാനുണ്ട്. നടക്കുക തന്നെ വേണം ഗൈസ്, വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഞാൻ നേരെ സ്കൂളിലെത്തിയിട്ടാ. സ്കൂളാണോ വെച്ചാൽ സ്കൂളാണ്, കോളേജാണോ വെച്ചാൽ കോളേജാണ്. പാലക്കാട്ടിലുള്ള എല്ലാവർക്കും അത്യാവശ്യം അലകിനെ പറ്റി അറിയാൻ പറ്റും. അങ്ങനെ നേരെ ഓഫീസിലാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താത്താനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ക്ലാസ്സിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് വെക്കാൻ ഭയങ്കര രസമാണ് ഗൈസ്. പിന്നെ നല്ലൊരു വ്യൂവും കൂടെ കിട്ടിയപ്പോൾ ഹാപ്പിയായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും കണ്ട് സ്കൂളിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മുതൽ വാങ്ങിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനം കഴിക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് ചേച്ചീൻ്റെ കടയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും മിസ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ചേച്ചിയുടെ സോഡ സർബത്തും മസാല സോഡയൊക്കെ. അങ്ങനെ ചേച്ചീനെ പോയി കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. സോഡ സർബത്തും കുടിച്ചു, മസാല സോഡയും കുടിച്ചിട്ട് ഞങ്ങൾ ബിരിയാണി ഒക്കെ വിചാരിച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അടുത്ത് തന്നെ ഞങ്ങൾ ക്ലാസ്സുള്ള സമയത്ത് എപ്പോഴും പോകാറുള്ള ബിരിയാണി സ്പോട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് ഒരു 65 നല്ല ബിരിയാണിയും കഴിച്ച് പരടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുഖമായിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഇനി ടെൻഷനൊന്നും ഇല്ല, ഇനി ഇത് കൊണ്ട് കോളേജിൽ കൊണ്ട് കൊടുക്കണം ഗൈസ്. അപ്പോൾ ഇത്രയുള്ള എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.